വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മുതൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വാക്കുകളെ പല രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കണേന്ന് നോക്കാം അല്ലേ? ശരി, അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള ഒരു വാക്കായിക്കോട്ടെ, ലിഖന. എന്താ പറഞ്ഞേ? ലിഖന. കേട്ടോ, എഴുതുക. അപ്പൊ ആ ഒരു വാക്കിന് നമ്മൾ പല രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതാണ്. ഓക്കെ, പഠിപ്പിച്ചിട്ടുണ്ട് പണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. എനിക്ക് തോന്നുന്നു 3/4 ക്ലാസ്സസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു നോക്കാം. ഇപ്പോൾ ഞാൻ എഴുതുകയാണ്, അത് പ്രസന്റിൽ നടക്കുന്ന കാര്യം അല്ലെ? നോർമലി കൂടുതലായിട്ട് സംസാരിക്കുന്ന കുറച്ച് സെന്റൻസുകളാട്ടോ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയണം, ഞാൻ എഴുതുക എന്ന് പറയില്ലേ? അതെങ്ങനെ പറയാം? मैं लिख रहा हूँ, मैं लिख रही हूँ, रहा हूँ, रही हूँ. അതെന്താ പറയുന്നത്? സ്ത്രീലിംഗം പുല്ലിംഗം. ഓക്കെ, ശരി. അപ്പൊ ഞാൻ പറയുമ്പോൾ मैं लिख रही हूँ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതി. ഞാൻ എഴുതി. അത് എങ്ങനെ പറയാ? मैंने लिख दिया, मैंने लिख दिया. പക്ഷെ ഞാൻ എഴുതിയിരുന്നു. അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയില്ലേ? അപ്പൊ അതിനെ പറയുമ്പോൾ നമ്മളൊരു താഴും കൂടി വരും. मैंने लिख दिया था, मैंने लिख दिया था. മനസ്സിലായോ? പല രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ള എന്താ പറയാ, വാക്കുകളെല്ലാം പഠിച്ചു. ഈ ടോൺസും കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും മിസ്റ്റേക്ക് ഇവിടെയാണ്. എഴുതിയിരുന്നു, എഴുതും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഈ സെന്റൻസിന്റെ അവസാനം എന്ത് ചെയ്യണം എന്നാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അപ്പൊ അതിന്റെ 3 രൂപങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഒരുപോലെ ആയിട്ടിരിക്കും കേട്ടോ. ശരി, അപ്പൊ ഇനി എന്താ? ഞാൻ എഴുതും എന്നാണെങ്കിലോ, मैं लिख लूंगा, मैं लिख दूंगा, मैं लिखूंगा, लिखूंगी, लिख दूंगी, लिखूंगी. അത് എന്താ പറയാ, സ്ത്രീലിംഗം അനുസരിച്ചിട്ട് ഗായാണോ ഗീ ആണോ നിങ്ങൾ എഴുതണം കേട്ടോ. ശരി, അപ്പൊ ഇതുപോലെ 3 വേർഡ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് 3ഉം ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ അറിയാതെ ലിഖ്ലൂങ്ക എന്ന് പറഞ്ഞു, ലിഖ്ദൂങ്ക എന്ന് പറഞ്ഞു, റൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ 2-3 തരത്തിൽ അത് പറയാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ആക്ട് ആവുന്നത് ഏതാണോ, ഈസി ഏതാ? മേ ലിഖൂങ്ക, മേ ലിഖൂങ്കി. ഈസി അല്ലേ? അപ്പൊ അത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ശരി. കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇത് എവിടെ ഉപയോഗിക്കണം അങ്ങനെയൊന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത് നോർമലായിട്ട് നമുക്ക് പറയാവുന്ന സെന്റൻസുകളാണ്. ഓക്കെ, ശരി. ഇനി ഞാൻ എഴുതി. ഞാൻ എഴുതി എന്നെങ്ങനെയാ പറയാ? മെനെ ലിഖ, മെനെ ലിഖ. ഓക്കെ, അതുപോലെ തന്നെ എന്താ, ഞാൻ എഴുതിയിരുന്നു എന്നാണെങ്കിലോ നമ്മൾ പറയാ, ഞാനത് എഴുതിയിരുന്നു. മെനെ ലിഖ ഥ. അവിടെ തായും കൂടി വന്നു. മനസ്സിലായോ? രണ്ടും പാസ്റ്റ് ആണ്. പക്ഷെ അതിനൊരു എന്താ പറയാ, മലയാളത്തിന്റെ ഒരു സെന്റൻസ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ എഴുതി, ഞാൻ എഴുതിയിരുന്നു. ആ ഡിഫറൻസ് ആണ് ഇവിടെ കേട്ടോ. ശരി, ഇനിയിപ്പോ നമ്മൾ ചോദിക്കാണ്, നമ്മളിത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാണ്, നീ ഇത് എഴുതുമോ നമ്മൾ ചോദിക്കുകയാണ്. എങ്ങനെയാ പറയാ? ക്യാ ആപ്പോ, നീ അത് എഴുതുമോ? ക്യാ ആപ്പോ ലിഖോഗേ, ക്യാ ആപ്പോ ലിഖോഗേ എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ സെന്റൻസിൽ വരുന്ന ഒരു വേർഡാണ് ലിഖോഗേ, കരോഗേ. മനസ്സിലായോ? ശരി, ഇനിയിപ്പോ നമ്മൾ പറയണേ, നീ അത് എഴുതിയോ അങ്ങനെ ചോദിക്കുകയാണ്. സോറി, പറയല്ലേ, ചോദിക്കുകയാണ്. ക്യാ ആപ്നെ വോ ലിഖാ, അല്ലെങ്കിൽ എഴുതിയിരുന്നോ എന്നാണെങ്കിൽ ക്യാ ആപ്നെ വോ ലിഖാ താ. മനസ്സിലായോ? ക്യാ ആപ്നെ വോ ലിഖാ എന്ന് പറഞ്ഞാൽ എഴുതിയോ. ക്യാ ആപ്നെ വോ ലിഖാ താ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിരുന്നോ. മനസ്സിലാവുന്നുണ്ടോ? വളരെ ഈസിയാണ്. ഇത് ഒരു 3-4 സെന്റൻസുകളുണ്ട്. 3-4 വാക്കുകളുടെ സെന്റൻസുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വാക്കുകളുടെ അർത്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം സംസാരിക്കാൻ പറ്റും കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും. സ്റ്റാർട്ടിങ് തുടങ്ങി അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇത് തോന്നില്ല, കാരണം അവർക്ക് അറിയാം, ഇതിനു മുമ്പ് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഒന്ന് റിവിഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അല്ലാത്തവർക്ക് എന്താ പറയാ, ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ശരി. അടുത്തത് കാട്ട്ന. കാട്ട്ന എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് സബ്ജി, വെജിറ്റബിൾ കട്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും തുണി കട്ട് ചെയ്യുക, പേപ്പർ കട്ട് ചെയ്യുക. ആ ഒരു കാട്ട്നയുണ്ട്. കടിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ കാട്ട്നയുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നതാ പറയണേ. ഓക്കെ, കാട്ട്ന എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാം. അപ്പോ ഞാൻ കട്ട് ചെയ്യുക എന്ന് എങ്ങനെ പറയാ? മേ കാട്ട് രഹി ഹൂ, കാട്ട് രഹാ ഹൂ. മനസ്സിലാവുന്നുണ്ടോ? മേ
പേപ്പർ കാട്ട് രഹി ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ്. ഓക്കെ, ശരി. അപ്പൊ കട്ട് ചെയ്യുമോ എന്ന് ചോദിക്കാനോ? കാട്ടോകെ, യേ കാട്ടോകെ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ലിക്കോകെ, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. ശരി, ഇനി നമ്മള് കട്ട് ചെയ്തു എന്നെങ്ങനെ പറയാ? മെനെ വോ കാട്ട് ലിയ. ചെയ്തിരുന്നാണെങ്കിൽ കാട്ട് ലിയ ഥ. മനസ്സിലായോ? മെനെ വോ കാട്ട് ലിയ, മെനെ വോ കാട്ട് ലിയ ഥ. ഞാനത് കട്ട് ചെയ്തിരുന്നു. മനസ്സിലായോ? ശരി, ഇനി കട്ട് ചെയ്തിരുന്നോ എന്ന് ചോദിക്കാനാണെങ്കിലോ? ക്യാ കാട്ട് ലിയ ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് ചെയ്തിരുന്നോ? കട്ട് ചെയ്തിരുന്നോ? കാട്ട് ലിയ ഥ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത വാക്ക് സോച്ന. സോച്ന നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ആലോചിക്കുക അല്ലെ, ചിന്തിക്കുക. അതാണ് അതിനർത്ഥം, ആലോചിക്കുക. ശരി, അപ്പോ ഞാൻ നമ്മൾ പറയണ നോർമല് സെന്റൻസ് ഞാൻ ചിന്തിക്കുക, ഞാൻ ആലോചിക്കുകയാണെന്ന് പറയുന്നത്. എങ്ങനെ? മേ സോച്ച് രഹി ഹൂ, മേ സോച്ച് രഹാ ഹൂ. മനസ്സിലായോ? ഞാൻ ആലോചിക്കുകയാണ്. ഇനി ഞാൻ ആലോചിച്ചിരുന്നു, ഞാൻ ചിന്തിച്ചിരുന്നു അല്ലെ, അതെങ്ങനെ പറയാ? മേ സോച്ചാ താ, മേനെ സോച്ചാ താ. മനസ്സിലായോ? ഞാൻ ആലോചിച്ചിരുന്നു. സോച്ചാ താ അത് പാസ്റ്റ് ആണ് അല്ലെ. ശരി, ഇനി നമ്മൾ പറയാണ്, നമ്മൾ എപ്പോഴും പറയുന്ന സെന്റൻസ് ആണ്. ഞാനത് ആലോചിച്ചിട്ട് പറയാം, ഞാൻ ആലോചിച്ചിട്ട് പറയാം. മേ സോച്ച് കർ ബതാഊംഗ, മേ സോച്ച് കർ ബതാഊംഗി. മനസ്സിലായോ? ശരി, ഇനി എന്താ? ഇനിയിപ്പോ ഞാൻ പറയാണ്, നമ്മളൊരാളോട് പറയുന്നത് ഒന്ന് ആലോചിച്ചിട്ട് പറ, ഒന്ന് ആലോചിച്ചിട്ട് പറ. അത്തോട സോച്ച് കർ ബതാओ. മനസ്സിലായോ? അത്തോട സോച്ച് കർ ബതാओ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ചിട്ട് പറ. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഭൂൽന. ഭൂൽന എന്താ? മറക്കുക അല്ലേ, മറക്കുക. പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ശരി. അപ്പോൾ ഞാൻ മറന്നുപോയി എന്നെങ്ങനെയാ? മേ ഭൂൽ ഗയ, മേ ഭൂൽ ഗയി. മനസ്സിലായോ? മേ ഭൂൽ ഗയ. ഓക്കെ, അപ്പൊ നമ്മൾ പറയണ എന്താ പറയാ? അയ്യോ ഞാൻ നാളെ അതെടുക്കാൻ മറക്കും, ഞാൻ മറക്കും. അതെങ്ങനെ പറയാ? മേ ഭൂൽ ജാഊംഗ, മേ ഭൂൽ ജാഊംഗി. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ശരി, ഇനി എന്താ? ഇനിയിപ്പോ നമ്മൾ പറയാം നീ മറക്കുവോ? എങ്ങനെ ചോദിക്കുക? നീ മറക്കുവോ? ക്യാ ആപ് ഭൂൽ ജാവോഗെ, ക്യാ ആപ് ഭൂൽ ജാവോഗെ. മനസ്സിലായോ? ഈസിയാണ്. ഇതിനൊരു എന്താ പറയാ, ഒരു ചെറുതായിട്ടൊരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. ശരി, ഇനി അടുത്ത വാക്കാണ് പീസ്ന. പീസ്ന ഞാൻ പറഞ്ഞു തന്നു. മാവരയ്ക്കുന്നതിനെ പൊടിക്കുന്നതിനൊക്കെ എന്താ പറയുന്നത്? പീസ്ന. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ തേങ്ങ അരയ്ക്കുക. എങ്ങനെ പറയാ? മേ നാരിയൽ പീസ് രഹാ ഹൂ, മേ നാരിയൽ പീസ് രഹി ഹൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങ അരയ്ക്കുക. മനസ്സിലായോ? അതല്ല അരച്ചു എന്നാണ് പറയണെങ്കിലോ? ഞാൻ അരച്ചു, മെനെ പീസ് ലിയ. ഓക്കെ, അതുപോലെ തന്നെ അരച്ചിരുന്നു എന്നാണെങ്കിൽ മെനെ പീസ് ലിയാത്ത. ഈസി അല്ലേ? മെനെ പീസ് ലിയാത്ത. ഓക്കെ, പിന്നെ നമ്മൾ പറയണേ ഞാൻ അരയ്ക്കാം, ഞാൻ അരയ്ക്കാം. അത് ഞാൻ അരയ്ക്കാം. മേ പീസ് ലൂങ്ക, മേ പീസ് ലൂങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അരയ്ക്കാം. മനസ്സിലായോ? ഇനി ചോദിക്കുകയാണ് നമ്മള്, നീ അത് അരച്ചോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ്? നീ അത് അരച്ചോ? നീ എന്ന് ഉദ്ദേശിക്കുന്നത് താങ്കൾ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഓക്കെ, आपने पीस लिया क्या? आपने वो पीस लिया. മനസ്സിലായോ? അരച്ചിരുന്നോ? പീസ് ലിയാത്ത. കിട്ടുന്നുണ്ടോ? ശരി, ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ് എന്തെന്ന്? നീ ഇത് അരയ്ക്കോ? പീസോഗേ ക്യാ? പീസോഗേ ക്യാ? നാരിയൽ പീസോഗേ. മനസ്സിലായോ? വളരെ ഈസിയാണ്. നമ്മൾ പല രീതിയിൽ ചോദിക്കാനായിട്ടും ഒരു വാക്കിനെ പല രീതിയിൽ സംസാരിച്ച് നോക്കിയതാണ്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, എൻഡിങ്ങിൽ വരുന്നുള്ള കൺഫ്യൂഷൻസ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കും റിവിഷൻ ആയിട്ട്. കാരണം ഇതാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. സംസാരിക്കുന്ന മെയിൻ ഒരു എന്താ പറയാ, അർത്ഥങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഇത് അല്ലെ. ശരി, അപ്പോ ഇതിന്റെ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. ബോൽന. ബോൽന എന്ന് പറഞ്ഞാൽ പറയുക അല്ലെ.
അപ്പൊ ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാം. ശരി, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയമായിട്ട് സെന്റൻസ് എഴുതുക. ആ സെന്റൻസുകൾ സ്വയമായിട്ട് ഇതുപോലെ ഈസിയാണ് അല്ലെ, ഇതിനുമേ എന്താ പറയാ, ആ വാക്ക് മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാവും. അപ്പൊ സ്വയമായിട്ട് തന്നെ എന്താ പറയാ സെന്റൻസുകൾ എഴുതുക, ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതല്ല ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക കേട്ടോ. ഞാനിപ്പോ കുറച്ച് ക്ലാസ്സുകളായിട്ട് പറയാറില്ല. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. ബൈ.